ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഏർപ്പെടുത്തി ഇറാൻ. രാജ്യത്ത് ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുന്ന നിയമമാണ് ഇറാൻ പ്രാബല്യത്തിലാക്കിയത്. മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമത്തിനാണ് ഇറാൻ അംഗീകാരം നൽകിയത്. പരിഷ്കരിച്ച നിയമത്തിലെ ആർട്ടിക്കിൾ 60 പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമെന്നാണ് പറയുന്നത്. കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവർക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ പറയുന്നു. ഇത്തരം ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. നിയമം ലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്കും തടവോ പിഴശിക്ഷയോ ഏർപ്പെടുത്തുമെന്നും നിയമത്തിൽ പരാമർശിക്കുന്നുവെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. സ്ത്രീകൾ പൊതുസ്ഥലത്ത് ശിരോവസ്ത്രം ധരിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. 2022 ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് ഇറാനിലെ മതകാര്യ പോലീസ് പിടികൂടിയ മഹിസ അമിനി എന്ന 22-കാരി കസ്റ്റഡിയിൽ വെച്ച് മരിച്ചതിന് പിന്നാലെ രാജ്യത്ത് സംഘർഷം രൂക്ഷമായിരുന്നു. പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്തിയതായിരുന്നു മഹിസ അമിനി. തലമുടി കൃത്യമായി മറച്ചില്ലെന്നാരോപിച്ചായിരുന്നു മഹിസ അമിനിയെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ തടങ്കലിലായിരുന്ന അമിനിയെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 3 ദിവസം കോമയിലായിരുന്ന യുവതി പിന്നീട് മരിച്ചു. 2022 സെപ്റ്റംബർ 16-നാണ് മഹിസ അമിനി മരിച്ചത്. മഹിസ അമിനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിൽ പ്രതിഷേധം ആളിക്കത്തിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 100 കണക്കിന് പേരാണ് പ്രതിഷേധങ്ങൾക്കിടെ കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ പോലീസ് തടവിലാക്കുകയും ചെയ്തു. അതേസമയം ഇറാനിലെ പുതിയ ഹിജാബ് നിയമത്തെ വിമർശിച്ച് ആഗോള മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും രംഗത്തെത്തി. സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന നിയമമാണിതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കാൻ രാജ്യത്തുടനീളം ക്ലിനിക്ക് തുറക്കുമെന്നും ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഹിജാബ് ധരിക്കാത്തവരെ ചികിത്സിക്കാനുള്ള ക്ലിനിക് പ്രഖ്യാപനത്തിനെതിരെ നിരവധി പേർ പ്രതിഷേധമുയർത്തുകയും ചെയ്തു.